Hi everyone, it's me Momsy. Welcome to Beyond Book Series. ഇന്ന് ബിയോണ്ട് ബുക്ക് സീരീസിന്റെ ഭാഗമായിട്ട് നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ക്യൂട്ട് തിങ്സ്, ബിഗ് ഫീലിങ്സ്. ആസ് എ ടീച്ചർ ആൻഡ് എ മെൻറ്റർ, ഞാൻ ബിലീവ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. എഡ്യൂക്കേഷൻ എന്നത് പുസ്തകങ്ങളിൽ ഒതുങ്ങുന്ന ഒന്നല്ല, മറിച്ച് ലൈഫിനെ മനസ്സിലാക്കാനും നമ്മളുടെ ഇമോഷൻസ് കൈകാര്യം ചെയ്യാനും പഠിക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണത്. സോ ഇപ്പോൾ മെയ് ജൂൺ മാസങ്ങളാണ്, ന്യൂ അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മളുടെ വീട്ടിലൊക്കെ സ്കൂൾ തുറക്കുന്ന ആ ഒരു ബഹളത്തിലായിരിക്കും മക്കളെല്ലാവരും. ഒരു പുതിയ ആവേശം കാര്യങ്ങളൊക്കെ നമ്മളുടെ വീട്ടിലുണ്ടായിരിക്കും. കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഡ്രീം വേൾഡിലായിരിക്കും അല്ലേ. പുതിയ ബാഗ്, പുതിയ സ്റ്റൈല്, പുതിയ സ്റ്റേഷനറീസ്. എന്നാൽ അതേസമയം പാരൻസോ ഒരു കാൽക്കുലേഷൻ വേൾഡിലായിരിക്കും. ഫീസ്, യൂണിഫോം, മറ്റ് എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. നമ്മൾ തയ്യാറാക്കുന്ന ഷോപ്പിംഗ് ലിസ്റ്റിൽ ബാഗും ബുക്സും പെൻസിലും ഒക്കെ ഉണ്ടാകും. പക്ഷേ നമ്മൾ ഒരിക്കലും എഴുതാത്തൊരു ഇൻവിസിബിൾ ലിസ്റ്റ് ഉണ്ട്. അതാണ് ഇമോഷണൽ അറ്റ്മോസ്ഫിയർ. ഷോപ്പിൽ നിന്ന് പണം കൊടുത്ത് വാങ്ങാൻ കഴിയാത്ത, പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം. ഇത് നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു ഷോപ്പിംഗ് സീൻ ഞാൻ പറയാം. ഒരു കുട്ടി കളർഫുൾ ആയിട്ടുള്ള പെൻസിൽ ബോക്സ് കണ്ടിട്ട് ഷോപ്പിൽ നിന്ന് അമ്മയോട് ചോദിക്കുകയാണ്, അമ്മ ഇതെനിക്ക് വേണം. അപ്പോൾ ആ ഒരു സമയത്ത് ഫസ്റ്റിൽ അമ്മ പറയും ഓക്കെ എന്ന് പറയും. പിന്നെ അവിടെ കുട്ടിയുടെ ആവശ്യങ്ങൾ, ഓരോ പുതിയ സാധനങ്ങൾ കാണുന്ന സമയത്തും കുട്ടിയുടെ ആവശ്യങ്ങൾ കൂടി വരുന്നു, അമ്മയോട് ആവശ്യപ്പെടുന്നു. ആ ഒരു സമയത്ത് അമ്മയുടെ ഉള്ളിൽ ബഡ്ജറ്റ് കാൽക്കുലേഷൻ നടക്കുന്നു. അമ്മയ്ക്ക് ടെൻഷൻ കൂടുന്നു. പിന്നെ അമ്മ കുട്ടിക്ക് റിപ്ലൈ ചെയ്യുന്നത്, കുട്ടിയോടുള്ള റിയാക്ഷൻ എങ്ങനെ ആയിരിക്കും? പറഞ്ഞില്ലേ വേണ്ടെന്ന്. അമ്മയുടെ വോയിസിന്റെ ടോൺ തന്നെ അവിടെ മാറാൻ വേണ്ടിയിട്ട് തുടങ്ങും. ആ ഒരു മൊമെന്റിൽ കുട്ടിയുടെ മുഖത്തെ ആ ഒരു തിളക്കം മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും. നമ്മളൊക്കെ മേ ബി ഇത് എക്സ്പീരിയൻസ് ചെയ്തതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് വെറും ഒരു ഷോപ്പിംഗ് പ്രശ്നമല്ല, ഇത് ഒരു ഇമോഷണൽ ലേണിംഗ് മൊമെന്റ് ആണ്. കാരണം കുട്ടികൾ വേണമെന്ന് പറയുന്നത് വാശി കൊണ്ടല്ല, മറിച്ച് അവരുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന എക്സൈറ്റ്മെന്റും ഒരു അട്രാക്ഷനും ഒക്കെ കാരണമാണ്. അവർക്ക് ബജറ്റ് എന്താണെന്ന് അറിയില്ല. അവരുടെ ലോജിക്ക് സിമ്പിളാണ്, എനിക്കിതിഷ്ടമാണ്, അതുകൊണ്ട് എനിക്ക് ഈ സാധനം വേണം. അതുകൊണ്ട് നമ്മുടെ ലിമിറ്റുകൾ കാര്യങ്ങളൊക്കെ മക്കളെ പഠിപ്പിക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതേസമയം ആസ് എ പാരൻസിൻ്റെ സ്ട്രെസ് എന്തായിരിക്കും? ഇന്നത്തെ മാർക്കറ്റിലെ വിലകയറ്റം, സോഷ്യൽ പ്രഷർ, എൻ്റെ കുട്ടിക്ക് ഒന്നിനും കുറവുണ്ടാകരുത് എന്ന അതിയായ ആഗ്രഹം, ഇവയെല്ലാം ചേർന്ന് നമ്മളെ ചിലപ്പോൾ ശക്തമായിട്ട് പ്രതികരിക്കാൻ പ്രേരിപ്പിക്കും. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? നമ്മുടെ ആ പ്രതികരണം, നമ്മുടെ ആ റിയാക്ഷൻ നമ്മുടെ കുട്ടിയെ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന്. നമ്മൾ അവരോട് പെട്ടെന്ന് നോ പറയുന്ന സമയത്ത് അവരിൽ പേടിയാണ് ഉണ്ടാക്കുക. ഓക്കെ, അതുപോലെ തന്നെ ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുത്താൽ അവർക്ക് ജീവിതത്തിലെ ബൗണ്ടറികൾ മനസ്സിലാക്കാൻ പ്രയാസപ്പെടും. ആൻഡ് കമ്പയർ ചെയ്താൽ അവിടെ അവരുടെ ആത്മവിശ്വാസം കുറഞ്ഞു. സോ അതിനാൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ കുട്ടികളെ ഒറ്റയടിക്ക് തടയുകയല്ല, മറിച്ച് അവരെ ഗൈഡ് ചെയ്യുകയാണ് വേണ്ടത്. അതിനായിട്ട് ഒരു ചെറിയ മാറ്റം നമ്മൾ കൊണ്ടുവരാം. അതായത് ഇപ്രാവശ്യം നിങ്ങൾ ഷോപ്പിങ്ങിന് പോകുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങളുടെ വീട്ടിൽ ഒരു പ്രീ ഷോപ്പിംഗ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് മക്കളോട് പറയുക, ഇത് നമ്മൾ സ്കൂൾ റീ ഓപ്പണിങ്ങിൻ്റെ ഒക്കെ ഭാഗമായിട്ട് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ മേടിക്കാൻ പോവുകയാണ്. കൂടെ നിനക്ക് ഇഷ്ടമുള്ള 2 അല്ലെങ്കിൽ 3 സാധനങ്ങൾ തിരഞ്ഞെടുക്കാം. ഇതിലൂടെ നമ്മൾ അവർക്ക് പവർ ഓഫ് ചോയ്സ് നൽകുകയാണ്. കാരണം ചൂസിങ് എന്നത് ഒരു വലിയ ലൈഫ് സ്കില്ലാണ്. എല്ലാം വാങ്ങി നൽകിയാൽ ഒന്നിനും വില ഉണ്ടാകില്ല. പക്ഷെ കുറച്ച് കാര്യങ്ങൾ മാത്രം അവരെന്നെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അവയ്ക്ക് കൂടുതൽ വാല്യൂ നൽകാനും കെയർ ചെയ്യാനും നമ്മുടെ മക്കൾ പഠിക്കും. ഇതിനെ കൂടുതൽ ശക്തമാക്കാൻ നമുക്ക് ഒരു 3 റൂൾസ് ഇംപ്ലിമെന്റ് ചെയ്യാം മക്കൾക്ക് വേണ്ടിയിട്ട്. ഫസ്റ്റ് വൺ, ദ പിക് 3 റൂൾ. ഷോപ്പിൽ കയറുന്നതിന് മുമ്പ് തന്നെ ഒരു ലിമിറ്റ് നിശ്ചയിക്കുക. ആൻഡ് സെക്കൻഡ് വൺ, ദ വെയിറ്റ് ആൻഡ് തിങ്ക് റൂൾ. ഒരു സാധനം ഉടനെ വേണമെന്ന് തോന്നിയാൽ ഒരു 48 ഹവേഴ്സ് കഴിഞ്ഞതിന് വരെ അവരോട് വെയിറ്റ് ചെയ്യാൻ പറയുക. മിക്കവാറും ചിലപ്പോൾ ഈ ഒരു 48 ഹവേഴ്സ് കഴിഞ്ഞാൽ ആ സാധനത്തോടുള്ള ആ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ആവേശം പതുക്കെ അവരിൽ മാറി തുടങ്ങും. ആൻഡ് തേർഡ് തിങ്, ദ ഗ്രാറ്റിറ്റ്യൂഡ് റൂൾ. സൗകര്യങ്ങൾ കുറഞ്ഞ കുട്ടികളെ കുറിച്ചിട്ടും ഓരോ ലൈഫ് എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടും നമ്മൾ മക്കളോട് പറഞ്ഞു കൊടുക്കുക. അത് അവരിൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്
പറയാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുമെന്നുള്ളതാണ്. സോ ഈ ഒരു 3 റൂൾസിലൂടെ നമ്മളുടെ മക്കൾക്ക് സഹനം, കാത്തിരിപ്പ്, നന്ദി എന്നിങ്ങനെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാല്യൂസ് പഠിക്കാൻ കഴിയും. ഒടുവിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്: സ്കൂൾ ഷോപ്പിംഗ് എന്നത് വെറും സ്റ്റേഷനറീസ് മാത്രം വാങ്ങലല്ല, അതൊരു ജനറേഷൻ്റെ മൈൻഡ് സെറ്റിനെ രൂപപ്പെടുത്തുന്ന ഒരു പ്രക്രിയ കൂടിയാണ്. ഓക്കെ, ഇതിലൂടെ നമ്മളുടെ കുട്ടി എന്താ മനസ്സിലാക്കുന്നത്? എൻ്റെ പാരൻസ് ഞാൻ പറയുന്നത് കേൾക്കുന്നുമുണ്ട്, പക്ഷേ എനിക്ക് ശരിയായ ഗൈഡൻസ് കാണിച്ചു തരുന്നുമുണ്ട് എന്ന് തോന്നുന്ന ആ ഒരു മൊമെൻറ്റിലാണ് നമ്മളുടെ മക്കളിൽ കോൺഫിഡൻസ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആസ് എ പാരൻറ്റ് നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടത്, കേൾക്കുന്നത് സ്നേഹമാണ്, ഗൈഡ് ചെയ്യുന്നത് ബുദ്ധിയാണ്. സോ അടുത്ത തവണ നിങ്ങൾ ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് സാധനങ്ങൾ വാങ്ങുന്നതിൽ മാത്രം ശ്രദ്ധിക്കാതെ നിങ്ങളുടെ മക്കളുടെ മനസ്സും സ്വഭാവവും രൂപപ്പെടുന്നതിൽ ശ്രദ്ധിക്കുക. നമുക്ക് വിദ്യാഭ്യാസമുള്ള കുട്ടികളെ മാത്രമല്ല ആവശ്യം, വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ മാനസികമായി കരുത്തുള്ള ഒരു തലമുറയെയും നമുക്ക് വളർത്തിയെടുക്കണം. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ആൻഡ് അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ആളുകൾക്ക് ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നമ്മുടെ കോണ്ടൻറ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.